വെക്ടേഴ്സ് ഇൻ ആർ എൻ. ഓക്കെ, നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ എന്നിലെ വെക്ടേഴ്സിൻ്റെ കേസാണ്. ഓക്കെ, നമ്മൾ ഒരു ആർ എൻ എന്ന് പറഞ്ഞാൽ ഒരു എൻ ടപ്പിൾ ആണ്. നമ്മൾ അതിനകത്ത് എലമെന്റ്സിനെ വെക്ടേഴ്സ് ആയിട്ടാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ആർ ത്രീ നമ്മൾ പഠിച്ചു, ത്രീ സ്പേസ് നമ്മൾ പഠിച്ചു. അതായത് 3 കോർഡിനേറ്റ്സ് വരും. x1 ഒരു ആർ ത്രീയിൽ ഒരു എലമെന്റ് എടുത്താൽ എന്താണ് ഓർഡർ ട്രിപ്ലറ്റ് x1 y1 z1 അല്ലെങ്കിൽ ഓർഡർ ട്രിപ്ലറ്റ് xy z. സോ അതിനകത്ത് 3 കോർഡിനേറ്റ്സ് ആണുള്ളത്. ഓക്കെ, സോ നമ്മൾ ആർ ത്രീ എടുത്തിട്ട് നമ്മൾ അവിടെ അഡീഷൻ ഡിഫൈൻ ചെയ്തു, അതേപോലെ തന്നെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്തു, പിന്നെ അത് വെക്ടർ സ്പേസ് ആകാനുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടു. പിന്നെ അവിടെ അതിനകത്ത് ആ വെക്ടർ സ്പേസിനകത്ത് യൂണിറ്റ് വെക്ടർ എന്താണ്, സീറോ വെക്ടർ എന്താണ്, അതേപോലെ ലെങ്ത് ഓഫ് എ വെക്ടർ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും, അതൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടു, ആർ ത്രീയിൽ ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന്. അതിനുശേഷം നമ്മൾ ഓർത്തോഗണാലിറ്റി കണ്ടു. രണ്ട് വെക്ടേഴ്സ് ആർ ത്രീയിലെ രണ്ട് വെക്ടേഴ്സ് എപ്പോഴാണ് ഓർത്തോഗണൽ ആവുന്നത് എന്നുള്ളത്. അതായത് രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് സീറോ ആണെങ്കിലാണ് അത് ഓർത്തോഗണൽ ആവുക. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ആർ ത്രീയിൽ കണ്ടത്. ഇനി അതേ കാര്യങ്ങൾ തന്നെ നമ്മൾ ജനറൽ ആയിട്ടുള്ള എൻ സ്പേസ് ആർ എൻ എന്ന് പറയുന്ന എൻ സ്പേസിലേക്ക്, ആർ ത്രീ എന്ന് പറയുന്ന ത്രീ സ്പേസിലായിരുന്നു നമ്മൾ ഇതെല്ലാം ഡിഫൈൻ ചെയ്തത്. സോ സിമിലർലി ആണ് നമ്മൾ ജനറൽ സ്പേസ് ആയ ആർ എന്നിൽ ഇത് ഡിഫൈൻ ചെയ്യുക. സോ ആർ എന്നിൽ നമ്മൾ ഇനി ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ആർ ത്രീയിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ആർ എന്നിൽ നമ്മൾ ചെയ്യുക. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആദ്യം ചെറിയൊരു സ്പേസ് ആർ ത്രീ പഠിച്ചു. ഇനി നമ്മൾ ആർ എൻ എന്ന് പറയുന്ന ജനറൽ സ്പേസിലേക്ക് വന്നിട്ട് അവിടെ പഠിച്ച അതേ കാര്യങ്ങൾ ജനറലൈസ് ചെയ്ത് ഒരു ജനറൽ ഫോമുല പോലെ പഠിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ആർ എന്നിൽ ഇനി നമ്മൾ ജനറലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്നിന് 2 3 എന്നിന് 2 കൊടുക്കുമ്പോൾ നമുക്ക് ആർ ടു എന്ന് പറയുന്ന 2 സ്പേസ് കിട്ടും. എന്നിന് 4 കൊടുത്ത ആർ 4 കിട്ടും, 3 കൊടുത്ത ആർ 3 കിട്ടും. സോ ആർ ടു ആർ 3 ആർ 4 ആർ 5 അങ്ങനെ എന്നിന് ഏത് 2 മുതൽ ഏത് വാല്യൂ വരെ കൊടുത്താലും എന്നിന് 1 കൊടുത്താൽ എന്താ സംഭവിക്കുക, ആറാണ്. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ് നമുക്ക് അവിടെ കിട്ടുക. സോ റിയൽ നമ്പേഴ്സിന് അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റിയൽ നമ്പേഴ്സ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. സോ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. സോ എന്നിന്റെ വാല്യൂ 2 മുതൽ അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് എന്താണ് ഒരു ജനറൽ ഫോമുല പോലെ ഏത് സ്പേസിലും ഈ ആർ എന്നിലെ ഫോമുല അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇവിടെ n കമ്പണൻസിന് ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആർ ടുവിലാണെങ്കിൽ 2 കമ്പണൻസിന് സെയിം ഫോമുല അപ്ലൈ ചെയ്യാം. അതേപോലെ ആർ ത്രീയിലാണെങ്കിൽ 3 കമ്പണൻസിന്, ആർ ഫോറിലാണെങ്കിൽ 4 കമ്പണൻസിന് സെയിം ഫോമുല അപ്ലൈ ചെയ്യാം. അത്രേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് ജനറൽ സ്പേസിലേക്ക് പോകാം. വെക്ടേഴ്സ് ഇൻ ആർ എൻ. ഓക്കെ, ഞാൻ യൂഷ്വലി നമ്മൾ ആർ ത്രീയിലും നമ്മൾ വെക്ടേഴ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് ആർ എന്നിലെ എലമെന്റ്സിനെ. ഓക്കെ, കാരണം നമ്മൾ ഇത് ഉപയോഗിച്ച് വെക്ടർ സ്പേസ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇഫ് n is a positive integer, Rn denotes, so n ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. അതായത് എന്താണ് 1 2 3 ആ വാല്യൂസ് എടുക്കാൻ പറ്റുള്ളൂ. Rn denotes the collection of all n tuples of real numbers. സോ Rnകത്ത് കളക്ഷൻ ഓഫ് ഓൾ n tuples ആണ്. അതായത് ഓർഡേർഡ് n tuple, ഓർഡേർഡ് നമ്മൾ പെയർ ആയിട്ട് എഴുതിയ 2 എണ്ണം, ഓർഡർ ട്രിപ്ലറ്റ് എന്ന് എഴുതിയ 3 എണ്ണം, അതേപോലെ n എലമെന്റ്സ് എഴുതുന്നതിനെയാണ് നമ്മൾ n tuple എന്ന് വിളിക്കുക. ഓക്കെ, 2 tuple 3 tuple എന്നൊക്കെ പറഞ്ഞ പോലെ. സോ Rn is the collection of all n tuples of real numbers. ഈ n tuples ഓരോ എലമെന്റ്സും റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. അതായത് സെറ്റ് നൊട്ടേഷൻ എഴുതിയാൽ നമുക്ക് Rn ഇങ്ങനെ എഴുതാം. Rn is equal to set of all n tuple u1 u2 etc un. കോമയായിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഇതിൽ ഓരോ ui-യും എന്താണ് such that ui element of r. ഇവിടെ r എന്ന് പറയുന്നത് ഈ Rnകത്ത് r എന്താണ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ് കേട്ടോ. ആ r ആണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. So ui is a real number for I is equal to 1 to etc. ഇതിനകത്ത് ഓരോ എലമെന്റ് u1 u2 etc un ഇതെല്ലാം റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. ഇങ്ങനെയുള്ള n ടപ്പിളുകളുടെ കളക്ഷൻ ആണ് Rn എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ R2 ആണെങ്കിൽ എന്താണ് സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ u1 u2 എന്ന് എഴുതാം. വേർ u1 ഉം u2 ഉം എലമെന്റ് ഓഫ് R. R3 ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും, സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് ട്രിപ്ലറ്റ് u1 u2 u3 സച്ച് ദാറ്റ് u1 u2 u3 എലമെന്റ് ഓഫ് R. ഓക്കെ, സോ ജനറൽ ആയിട്ട് ഇങ്ങനെയാണ് എഴുതുന്നത്. സോ R2 R3 R4 ഞാൻ എഴുതിയിട്ടുണ്ട്. R4 എന്ത് വരും, set of all ordered 4 tuple u1 u2 u3 u4 such that u1 u2 u3 u4 element of R, real numbers ആണ്. An element u element of Rn is also written as n by 1 column matrices. നമ്മൾ ആർ ത്രീയിൽ കണ്ടു, ആർ ത്രീയിൽ ഒരു വെക്ടർ u1 u2 u3 നമ്മൾ ഇതുപോലെ തന്നെ കോളം വെക്ടർ ആയിട്ട് എഴുതുമെന്ന് പറഞ്ഞു, റെപ്രസെന്റ് ചെയ്യും. എങ്ങനെ എഴുതും, അതായത് ഒരു കോളം മെട്രിക്സ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം ഇതിനെ. മെട്രിക്സ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് പറഞ്ഞായിരുന്നു, ഇങ്ങനെ കോളം മെട്രിക്സ് u1 u2 u3 എന്ന്. സോ അതേപോലെ ജനറൽ സ്പേസിൽ ഒരു എലമെന്റ് u എലമെന്റ് ഓഫ് ആർ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ ഒരു n by 1 കോളം മെട്രിക്സ് ആയിട്ട് എഴുതാം. എങ്ങനെ എഴുതും, u is equal to
കോളം മെട്രിക്സ് u1 u2 എക്സെട്ര un. കോളം മെട്രിക്സ് ആയിട്ട് എഴുതുക ആ എൻട്രീസിനെ. ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം എത്ര എൻട്രീസ് ഉണ്ട്, n എൻട്രീസ് ഉണ്ട്. സോ ഇതിന് n റോസ് ഉണ്ട്, എന്നാൽ ഒരു കോളമേ ഉള്ളൂ. ഒരു കോളമുള്ള മെട്രിക്സിനെയാണ് നമ്മൾ കോളം മെട്രിക്സ് വിളിക്കുക. സോ ഇതൊരു കോളം മെട്രിക്സ് ആണ്. ഇതിന്റെ ഓർഡർ ഏതാണെന്ന് ചോദിച്ചാൽ n/1, n റോസും 1 കോളവും ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ആറിലെ ഒരു എലമെന്റിനെ n/1 മെട്രിക്സ് ആയിട്ട് എഴുതാം. ഇനി നമ്മൾ സീറോ വെക്ടർ ഡിഫൈൻ ചെയ്യുകയാണ്. R3 പോലെ തന്നെ ഉള്ളൂ. R3 എന്താണ് സീറോ വെക്ടർ എന്ന് ഡിഫൈൻ ചെയ്ത്, ഒരു വെക്ടറിന്റെ എല്ലാ എൻട്രീസും സീറോ ആണെങ്കിൽ അതൊരു സീറോ വെക്ടർ ആണ്. Rനിലും അത് തന്നെയാണ്. എ വെക്ടർ ഹൂസ് എൻട്രീസ് ആർ ഓൾ സീറോ ഈസ് കോൾഡ് ദ സീറോ വെക്ടർ ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ O. സീറോ വെക്ടറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ O ആണ്. സോ O ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, 0 0 എക്സെട്ര 0. ഇവിടെ n എൻട്രീസ് ഉണ്ട്, എല്ലാ എൻട്രീസും സീറോ. ഓക്കെ, നോം ഓർ ലെങ്ത് ഓഫ് എ വെക്ടർ ഇൻ Rn. നമ്മൾ R3 ഒരു വെക്ടറിന്റെ നോം അഥവാ ലെങ്ത്, നോം എന്ന് പറഞ്ഞാൽ ലെങ്ത് തന്നെയാണ്. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. സോ സെയിം ഫോർമുല n എലമെന്റ്സ് ഉള്ള സ്പേസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. സോ ഞാൻ ഒരു ജനറൽ വെക്ടർ എടുക്കുന്നു, u is equal to u1 u2 എക്സെട്ര un element of Rn. The length or norm of u is defined by, സോ അത് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, norm of u. ഇതിനെ length of u എന്നാണ് വായിക്കുക. ഓക്കെ, അല്ലെങ്കിൽ norm of u എന്ന് വായിക്കും. സോ norm of u is equal to എന്താണ്, റൂട്ട് ഓഫ് ഈ വെക്ടറിന്റെ കമ്പോണൻസിന്റെ സ്ക്വയർ എടുത്താൽ മതി. u1 സ്ക്വയർ പ്ലസ് u2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് un സ്ക്വയർ. നമ്മൾ 3 സ്പേസിൽ കണ്ടായിരുന്നു എന്താണ്, u1 u2 u3 എന്ന് പറയുന്ന ഒരു വെക്ടർ ആണ് u എങ്കിൽ നോം u എന്തായിരുന്നു, റൂട്ട് ഓഫ് u1 സ്ക്വയർ പ്ലസ് u2 സ്ക്വയർ പ്ലസ് u3 സ്ക്വയർ. അത് തന്നെ n എലമെന്റ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തതാണ്. ഇനി യൂണിറ്റ് വെക്ടർ നമ്മൾ R3ലും കണ്ടു, എന്തായിരുന്നു, വെക്ടേഴ്സ് ഹാവിംഗ് ലെങ്ത് 1 ആർ കോൾഡ് യൂണിറ്റ് വെക്ടേഴ്സ്. ഓക്കെ, ഇവിടെയും അത് തന്നെ, Rനിലും വെക്ടേഴ്സ് ഹാവിംഗ് ലെങ്ത് 1 ആർ കോൾഡ് യൂണിറ്റ് വെക്ടേഴ്സ്. എക്സാമ്പിൾ, ലെങ്ത് 1 ഉള്ള വെക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ട്രിവിയൽ ആയിട്ടുള്ള. എന്താണ്, 1 0 0 എക്സെട്ര 0. അതായത് ഫസ്റ്റ് കമ്പോണന്റ് മാത്രം 1, ബാക്കിയെല്ലാം 0. സോ ലെങ്ത് എടുത്താൽ എന്ത് വരും, ഇതിന്റെ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 0 സ്ക്വയർ വരും. സോ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് 1. അതെന്താണ്, 1 ആണ്. സോ അതേപോലെ നെക്സ്റ്റ് ഒരു വെക്ടർ സെക്കൻഡ് കമ്പോണന്റ് 1, ബാക്കി എല്ലാ കമ്പോണൻസും 0. ഇനി അതുപോലെ തന്നെ ലാസ്റ്റ് കമ്പോണന്റ് 1, ബാക്കി എല്ലാ nth കമ്പോണന്റ് 1, ബാക്കി എല്ലാം 0. ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം എന്താണ്, യൂണിറ്റ് വെക്ടേഴ്സ് ആണ്, ലെങ്ത് 1 കിട്ടും. ഓക്കെ, അഡീഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ Rn. ഇനി നമ്മൾ Rnൽ അഡീഷൻ, രണ്ട് വെക്ടേഴ്സ് എങ്ങനെ ആഡ് ചെയ്യുമെന്ന് ഡിഫൈൻ ചെയ്യാൻ പോവാണ്, അഡീഷൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. R3 ഡിഫൈൻ ചെയ്ത അതേ പ്രോസസ് തന്നെയാണ്. സോ രണ്ട് വെക്ടേഴ്സ് എടുക്കുന്നു, ഫോർ u is equal to u1 u2 എക്സെട്ര un and v is equal to v1 v2 എക്സെട്ര vn in Rn. രണ്ട് എലമെന്റ്സ് എടുത്തു, uവും vയും. അഡീഷൻ ഈസ് ഡിഫൈൻഡ് ആസ് u പ്ലസ് v. അത് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, കറസ്പോണ്ടിങ് കമ്പോണൻസ് തമ്മിൽ ആഡ് ചെയ്യുക, യുവിന്റെയും വിയുടെയും. സോ എന്ത് വരും, u1 പ്ലസ് v1 u2 പ്ലസ് v2 എക്സെട്ര un പ്ലസ് v1. നമ്മൾ R3 കണ്ടായിരുന്നു, എന്തായിരുന്നു, u1 പ്ലസ് v1 u2 പ്ലസ് v2 u3 പ്ലസ് v3. 3 കമ്പോണൻസേ ഉള്ളൂ, അവിടെ ആഡ് ചെയ്യുമ്പോൾ അങ്ങനെയായിരുന്നു കിട്ടുന്നത്. ഇവിടെ n കമ്പോണൻസ് ഉണ്ട്, സോ നമ്മൾ n എൻട്രീസ് വരും എന്നേ ഉള്ളൂ, കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക. സോ ഇവിടെ നോക്കിയാൽ അറിയാം, ഈ u പ്ലസ് v എന്താണ്, ഒരു n ടെപ്പിൾ ആണ്. ഇതിനകത്ത് ഓരോ എൻട്രീസ്, ഈ u1 പ്ലസ് v1 u2 പ്ലസ് v2 എക്സെട്ര un പ്ലസ് v1, ഇതെല്ലാം എന്താണ്, റിയൽ നമ്പേഴ്സ് ആണ്. കാരണം u1 ഉം v1 ഉം റിയൽ നമ്പർ ആണ്, u1 പ്ലസ് v1 റിയൽ നമ്പർ അല്ലേ. സോ അതുപോലെ ഇതെല്ലാം റിയൽ നമ്പേഴ്സ് ആണ്. സോ അതാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. u പ്ലസ് v ക്ലിയർലി എന്താണ്, u പ്ലസ് v എലമെന്റ് ഓഫ് Rn. u പ്ലസ് v Rnൽ രണ്ട് വെക്ടേഴ്സ് എടുത്തിട്ട് ആഡ് ചെയ്താൽ എന്താണ്, അതും Rnൽ തന്നെ ഉണ്ട്. സോ ബിക്കോസ്, കാരണം എന്താ, Rnൽ ഒരു എലമെന്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ എൻട്രീസ് എല്ലാം റിയൽ നമ്പേഴ്സ് ആയാൽ മതി. ഈച്ച് ui പ്ലസ് vi എലമെന്റ് ഓഫ് R ആണ്, ഫോർ i ഈസ് ഈക്വൽ ടു 1 2 എക്സെട്ര n. ഓക്കെ, ഇനി എക്സാമ്പിൾ, രണ്ട് വെക്ടേഴ്സ് ജസ്റ്റ് ആഡ് ചെയ്യുന്നു. ഇപ്പൊ ജനറൽ സ്പേസ് Rnലല്ല ഞാൻ എടുക്കുന്നത്, കാരണം നമുക്ക് Rn എടുത്തു കഴിഞ്ഞാൽ മൊത്തം എൻട്രീസ് ലിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, എന്നിന്റെ വാല്യൂ അറിയാതെ. സോ നമ്മൾ ജനറൽ കേസ് Rn പഠിച്ചാലും നമ്മൾ അതിനകത്ത് എന്നിന് ഏതെങ്കിലും വാല്യൂ കൊടുത്ത് ആ കേസിലെ എലമെന്റ്സ് എടുത്തിട്ടാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമ്മളിത് ജനറലൈസ് ചെയ്ത് പഠിക്കുന്നേ ഉള്ളൂ. അപ്പം ജനറലൈസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് n ഏത് ഇൻഡിജർ ആകുമ്പോഴും Rnകത്ത് ഇത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ ഞാൻ R4 രണ്ട് വെക്ടേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. u is equal to 1 minus 2 minus 5 7 and v is equal to 2 5 6 4 element of R4. 4 എൻട്രീസ് ആണല്ലോ, R4 എലമെന്റ്. സോ ഫൈൻ u പ്ലസ് v. u പ്ലസ് v കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഞാൻ u പ്ലസ് v കണ്ടുപിടിക്കുകയാണ്. എന്ത് ചെയ്യുക, കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യുക, എൻട്രീസ്. സോ 1 പ്ലസ് 2, സെക്കൻഡ് എൻട്രി മൈനസ് 2 പ്ലസ് 5 വരും, തേർഡ് എൻട്രി മൈനസ് 5 പ്ലസ് 6, ഫോർത്ത് എൻട്രി 7 പ്ലസ് 4. സോ ആഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടും 3 3 1 11. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. സോ ലെറ്റ് u is equal to u1 u2 എക്സെട്ര un എലമെന്റ് ഓഫ് Rn and c എലമെന്റ് ഓഫ് R. സോ Rnലെ ഒരു വെക്ടറും എടുക്കുന്നു, അതേപോലെ ഒരു റിയൽ നമ്പർ, ഇതിനെ നമ്മൾ സ്കെയിലാർ എന്ന് വിളിക്കും, ഒരു റിയൽ നമ്പറും എടുക്കുന്നു. ദെൻ cu is called the scalar multiple of u. ഈ സ്കെയിലാർ വെച്ച് ഒരു വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വിളിക്കുക. സോ ഈ c എന്ന് പറയുന്ന സ്കെയിലാർ വെച്ച് യുവിനെ മൾട്ടിപ്ലൈ ചെയ്തു. സോ അതിനെയാണ് സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് യു എന്ന് വിളിക്കുക. ആൻഡ് ഈസ് ഡിഫൈൻഡ് ബൈ
ഇത് ഡിഫൈൻ ചെയ്യുന്ന ഇങ്ങനെയാണ്. CU is given as എന്താണ് CU1 CU2 എക്സെട്ര CUN. സോ ഒരു സ്കെയിലാർ വെച്ച് ഒരു വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കറിയാം വീണ്ടും നമുക്ക് ഒരു വെക്ടർ തന്നെയാണ് കിട്ടുക. ആറിലെ ഒരു വെക്ടറിനെ സി എന്ന് പറയുന്ന സ്കെയിലാർ വെച്ച് ആറിലെ ഒരു വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എഗെയിൻ നമുക്ക് ആറിലെ ഒരു വെക്ടറാണ് കിട്ടുക. അതിന്റെ കമ്പണൻസ് എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചാൽ ഈ കോൺസ്റ്റന്റ് സി വെച്ച് യുവിന്റെ ഓരോ കമ്പണന്റിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. കണ്ടോ, CU1 CU2 എക്സെട്ര CUN. ഇതാണ് CUവിന്റെ കമ്പണൻസ്. So clearly CU is also a vector in Rn because എന്താണ് ഓരോ കമ്പണന്റ് റിയൽ നമ്പേഴ്സ് അല്ലേ. കാരണം U1 U2 എക്സെട്ര UN റിയൽ നമ്പർ ആണ്, സിയും റിയൽ നമ്പർ ആണ്. സോ CUI ജനറൽ ആയിട്ട് പറഞ്ഞ CUI എന്ന് പറയുന്ന റിയൽ നമ്പർ ആണ്. സോ അതുകൊണ്ട് തന്നെ CU എന്ന് പറയുന്ന വെക്ടർ Rnലെ വെക്ടർ ആണ്. ഓക്കെ, സോ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. U is equal to 1 minus 2 minus 5 7. സോ R4 ഒരു വെക്ടറാണ് എടുത്തിരിക്കുന്നത്. C is equal to -1 എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ എടുത്തിരിക്കുന്നു. ഫൈൻഡ് CU. സോ CU എന്ത് വരും? CU is -1 into U. -1 into U എന്ന് പറഞ്ഞാൽ എന്താണ്? -U. -U എന്ന് പറഞ്ഞാൽ എന്താണ്? -1 വെച്ച് ഈ യുവിന്റെ ഓരോ കമ്പണൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ എന്താണ്? സൈൻ മാറ്റി കൊടുത്താൽ മതി. എന്ത് വരും? -1 2 5 -7. ഓക്കെ, നെക്സ്റ്റ് ഓൾജിബ്രൈക് പ്രോപ്പർട്ടീസ് ഓഫ് Rn ദാറ്റ് മേക്സ് ഇറ്റ് എ വെക്ടർ സ്പേസ്. നമ്മൾ R3 എന്ന് പറയുന്ന സ്പേസിൽ കണ്ടായിരുന്നു. ഞാൻ അവിടെ ഒരു വെക്ടർ സ്പേസിന്റെ ഡെഫിനിഷൻ തന്നിട്ട് R3 വെക്ടർ സ്പേസ് ആകുന്നു. ആ 8 കണ്ടീഷൻസ്, അഡീഷൻ 4 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം, അതേപോലെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ 4 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ഈ 8 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത് വെക്ടർ സ്പേസ് ആവുക. സോ അത് നമ്മൾ ആ 8 പ്രോപ്പർട്ടീസും R3യുടെ കേസിൽ കണ്ടു. അതേ പ്രോപ്പർട്ടി തന്നെയാണ് Rനും സാറ്റിസ്ഫൈ. സോ ഇനി ഞാൻ ജനറൽ ആയിട്ട് നമ്മളവിടെ ഓരോ പ്രോപ്പർട്ടിയും പ്രൂവ് ചെയ്തു. ഇവിടെ പ്രൂവ് ചെയ്യുന്നില്ല, നമ്മൾ ജനറൽ ആയിട്ട് ആ പ്രോപ്പർട്ടീസ് എല്ലാം ഒന്ന് സ്റ്റേറ്റ് ചെയ്യുകയാണ്. ഓൾജിബ്രൈക് പ്രോപ്പർട്ടീസ് ഓഫ് Rn ദാറ്റ് മേക്സ് ഇറ്റ് എ വെക്ടർ സ്പേസ്. ഒരു വെക്ടർ സ്പേസ് ആകാനുള്ള കണ്ടീഷൻസ് ഇതെല്ലാം Rn സാറ്റിസ്ഫൈ ചെയ്യും. ജനറൽ ആയിട്ട് ഏത് സ്പേസ് ഏത് വാല്യൂ ആയാലും Rn ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യും. Rn ഇസ് എ വെക്ടർ സ്പേസ് ഓവർ R ആണ്. ഓക്കെ, സോ ഞാൻ 8 കണ്ടീഷൻസ് ഒന്ന് ഡിഫൈൻ ചെയ്യാണ്. ഫോർ ഓൾ UVW ഇൻ Rn. സോ ഇത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ 3 വെക്ടേഴ്സ് Rnൽ നിന്ന് എടുക്കുന്നു, UVW ആൻഡ് ഓൾ സ്കെയിലാർ C ആൻഡ് D. 2 സ്കെയിലാറും എടുക്കുന്നു, 2 റിയൽ നമ്പേഴ്സ് സിയും ഡിയും. ഇനി ഫസ്റ്റ് 4 പ്രോപ്പർട്ടി എന്തിന്റെ ആയിരുന്നു? വെക്ടർ അഡീഷന്റെ പ്രോപ്പർട്ടീസ് ആണ്. സോ പ്രോപ്പർട്ടീസ് ഓഫ് വെക്ടർ അഡീഷൻ. ഫസ്റ്റ് പ്രോപ്പർട്ടി U plus V is equal to V plus U. അതായത് അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. U plus V എടുത്താലും V plus U എടുത്താലും സെയിം ആയിരിക്കും. സോ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഫോർ എക്സാമ്പിൾ നമ്മൾ R3യിൽ ഇതെല്ലാം പ്രൂവ് ചെയ്തതാണ്. ഓക്കെ, ജനറൽ ആയിട്ട് തന്നെ. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി ആണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്താണ്? U plus V plus W is equal to U plus V plus W. അതായത് ആദ്യം U plus V ചെയ്തിട്ട് അതിനോടുകൂടി W ആഡ് ചെയ്താലും, അല്ലെങ്കിൽ ആദ്യം V plus W ചെയ്തിട്ട് അതിനോടുകൂടി U ആഡ് ചെയ്താലും നമുക്ക് സെയിം ആയിട്ടാണ് കിട്ടുക. ഏത് രണ്ടിന്റെ വേണമെങ്കിലും നമുക്ക് അസോസിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഈസ് എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി. ഫോർ ഓൾ U എലമെന്റ് ഓഫ് Rn there exists zero vector O is equal to 0 0 etc 0 element of Rn such that U plus 0 is equal to 0 plus U is equal to U. നമുക്കറിയാം Rnലെ 0 വെക്ടർ ആണിത്. സോ ഈ ജനറൽ സ്പേസിൽ നിന്ന് നമ്മൾ ഏതൊരു വെക്ടർ U എടുത്തിട്ട് 0 വെക്ടറായിട്ട് ആഡ് ചെയ്താലും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? ആ U തന്നെയാണ് കിട്ടുക. ഓക്കെ, existence of inverse. So for each U element of Rn there exists minus U element of Rn. യുവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് -1 into U ആണ് -U. അത് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ എന്താണ്? ഒരു നെഗറ്റീവ് സൈൻ്റെ വ്യത്യാസമേ കാണൂ കമ്പണൻസ് തമ്മിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ U plus -U ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 0 ആണ് കിട്ടുക. സോ ദാറ്റ് ഈസ് സെയിം ആസ് -U plus U. -U denotes -1 into U. സോ ഇത് 4 എണ്ണമാണ് അഡീഷന്റെ പ്രോപ്പർട്ടീസ്. എന്തൊക്കെയായിരുന്നു? കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടി, അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി, എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. ഇനി അടുത്ത 4 പ്രോപ്പർട്ടീസ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? C into U plus V is same as CU plus CV. നെക്സ്റ്റ് C plus D. ഇവിടെ നമ്മൾ 2 വെക്ടേഴ്സ് ആഡ് ചെയ്തിട്ട് ഒരു സ്കെയിലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരുന്നു. ഇനി 2 സ്കെയിലാർ ആഡ് ചെയ്തിട്ട് ഒരു വെക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സിയും ഡിയും സ്കെയിലാർസ് ആണ്. സോ C plus D അത് സ്കെയിലാർസ് ആണ് ആഡ് ചെയ്തത്. ഇനി ഇൻറ്റു വെക്ടർ ചെയ്യാണ്. ഇൻറ്റു U is same as CU plus DU. അതേപോലെ C into DU. C എന്ന് പറയുന്ന ഒരു സ്കെയിലാർ വെച്ച് DU. D എന്ന് പറയുന്ന സ്കെയിലാർ വെച്ച് യുവിനെ മൾട്ടിപ്ലൈ ചെയ്താണ് DU. DU എന്ന് പറയുന്ന ഒരു വെക്ടർ ആണ്. സോ C into DU is same as CD into U. ഈ 2 സ്കെയിലാർസും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ ഈ വെക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണത്. ആൻഡ് 1 into U is equal to U. 1 എന്ന് പറയുന്നത് എന്താണ്? 1 എന്ന് പറയുന്നത് റിയൽ നമ്പർ 1 ആണ്. സോ 1 into സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 1 into ഒരു വെക്ടർ ചെയ്താൽ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? ആ വെക്ടർ തന്നെയാണ്. കാരണം എന്താ? 1 into U എന്ന് പറഞ്ഞാൽ യുവിലെ എല്ലാ കമ്പണൻസിനെയും 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ അപ്പം എന്ത് തന്നെയാണ് കിട്ടുക? U തന്നെ കിട്ടുള്ളൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു U എന്ന് കിട്ടും. ഓക്കെ, സോ ഇത് ഈ പ്രോപ്പർട്ടീസ് എല്ലാം അറിഞ്ഞിരിക്കണം. കാരണം ഓൾജിബ്രിക് പ്രോപ്പർട്ടീസ് ഓഫ് Rn സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞ് നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡോട്ട് പ്രോഡക്റ്റ്. ഡോട്ട് പ്രോഡക്റ്റ് നമ്മൾ R3യിൽ കണ്ടിരുന്നു. ഇനി ഡോട്ട് പ്രോഡക്റ്റ് നമ്മൾ Rnലേക്ക് ഡിഫൈൻ ചെയ്യാണ്.
ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് n ടപ്പിൾസ്. ഓക്കെ, നമ്മളവിടെ ഡോട്ട് പ്രോഡക്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതിന്റെ മറ്റൊരു പേരാണ് ഇന്നർ പ്രോഡക്റ്റ് അഥവാ സ്കെയിലാർ പ്രോഡക്റ്റ് എന്ന് വിളിക്കും. കാരണം ഇന്നർ പ്രോഡക്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, സ്കെയിലാർ പ്രോഡക്റ്റ് എന്ന് വിളിക്കാൻ കാരണം രണ്ട് എലമെന്റ്സ് ആറിനിലെ രണ്ട് എലമെന്റ്സ് എടുത്തിട്ട് നമ്മളവിടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്കെയിലാർ വാല്യൂ ആണ് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുക. സോ അതുകൊണ്ട് തന്നെ സ്കെയിലാർ പ്രോഡക്റ്റ് എന്നും ഇതിനെ വിളിക്കും. സോ ഞാൻ രണ്ട് വെക്ടേഴ്സ് ആറിൽ നിന്ന് എടുക്കുകയാണ്. u is equal to u1 u2 etc un, v is equal to n tuple v1 v2 etc vn in Rn. The dot product u dot v, ഇത് വായിക്കുക u into v എന്നല്ല u dot v എന്നാ. u dot v is defined as u dot v is equal to, ഇതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. സോ u1 into v1 പ്ലസ് u2 into v2, ഫസ്റ്റ് കമ്പോണൻസ് രണ്ടിന്റെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താണ് u1 into v1 പ്ലസ് സെക്കൻഡ് കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു u2 into v2 പ്ലസ് തേർഡ് കമ്പോണന്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു എക്സെട്ര nth കമ്പോണന്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു un into vn. സോ ഇങ്ങനെയാണ് u ഡോട്ട് v കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം ഇതൊരു വെക്ടർ അല്ല, എന്താണ് ഇത്, ഒരു റിയൽ നമ്പർ അല്ലേ കിട്ടുക. u1 into v1 പ്ലസ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു വെക്ടർ n കമ്പോണൻസ് ഉള്ള വെക്ടർ ആണോ? അല്ല, ഇതൊരു റിയൽ നമ്പർ ആണ്. സോ വിച്ച് ഈസ് എ റിയൽ നമ്പർ. ക്ലിയർലി u ഡോട്ട് v എലമെന്റ് ഓഫ് R. നമ്മൾ R3 കണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ഡോട്ട് പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്ത്. u എന്ന് പറയുന്നത് ഒരു 3 ടപ്പിൾ u1 u2 u3, v എന്ന് പറയുന്നത് ഒരു 3 ടപ്പിൾ v1 v2 v3 ആണെങ്കിൽ u ഡോട്ട് v എന്തായിരുന്നു u1 v1 പ്ലസ് u2 v2 പ്ലസ് u3 v3 വരെ. ഓക്കെ, ഇവിടെ n എലമെന്റ്സ് ഉള്ളതാണ് un vn വരെ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ കാണാം. u is equal to 1 2, ഇത് R2 വെക്ടർ ആണ്. v is equal to 3 4. സോ രണ്ട് എലമെന്റ്സ്, നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, നമ്മളിപ്പോൾ അഡീഷൻ ചെയ്താലും ഡോട്ട് പ്രോഡക്റ്റ് എടുത്താലും ഒക്കെ സെയിം വെക്ടർ സ്പേസിലെ എലമെന്റ്സ് എടുക്കാവുള്ളൂ. R2 ഒരു വെക്ടറാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് വെക്ടേഴ്സും R2 തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ട് വെക്ടേഴ്സും R3 തന്നെ ആയിരിക്കണം. ഒരെണ്ണം R2 നിന്നും ഒരെണ്ണം R3 നിന്നും എടുത്തിട്ട് നമുക്ക് അഡീഷനും ഡോട്ട് പ്രോഡക്റ്റും ഒന്നും ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, സോ R2 രണ്ട് വെക്ടേഴ്സ് എടുത്തു. u ഡോട്ട് v കണ്ടുപിടിച്ചാൽ എന്ത് വരും? കറസ്പോണ്ടിങ് ഫസ്റ്റ് എൻട്രീസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു 1 into 3 പ്ലസ് സെക്കൻഡ് എൻട്രീസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു 2 into 4. സോ ഇതെന്ത് വരും? 3 plus 8 that is 11. ഇനി നെക്സ്റ്റ് R3 രണ്ട് വെക്ടേഴ്സ് എടുത്തിരിക്കുകയാണ്. u is equal to 1 2 3, v is equal to 3 4 5. സോ u dot v എന്ത് വരും? 1 into 3 പ്ലസ് സെക്കൻഡ് എൻട്രീസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു 2 into 4 പ്ലസ് തേർഡ് എൻട്രീസ് 3 into 5 that is എന്ത് വരും? 3 plus 8 plus 15 that is 26 എന്ന് കിട്ടും. നെക്സ്റ്റ് R4 രണ്ട് വെക്ടേഴ്സ് എടുത്തിരിക്കുകയാണ്. u is equal to 1 2 3 4, v is equal to 5 6 7 8 എലമെന്റ് ഓഫ് R4. u dot v എടുത്താൽ എന്ത് വരും? ഫസ്റ്റ് എൻട്രീസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 into 5, സെക്കൻഡ് എൻട്രീസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 6, തേർഡ് എൻട്രി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 into 7, ഫോർത്ത് എൻട്രി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 into 8, എല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. സോ എന്ത് കിട്ടും? 70 എന്ന് കിട്ടും. ഓക്കെ, സോ ഇവിടെ നോക്കുക, യു ഡോട്ട് വി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്കെയിലാർ വാല്യൂ അല്ലേ കിട്ടുക, ഒരു റിയൽ നമ്പർ അല്ലേ കിട്ടുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് യു ഡോട്ട് വി എലമെന്റ് ഓഫ് ആർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓർത്തോഗണൽ വെക്ടേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകണം. ആറിൽ നമ്മൾ R3 കണ്ടു രണ്ട് വെക്ടേഴ്സ് ഇൻ R3 ഓർത്തോഗണൽ എന്ന് പറയുന്നത് എപ്പോഴായിരുന്നു? അവിടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആകുമ്പോൾ. ആറിലും അത് തന്നെയാണ്. Two vectors u and v in Rn are said to be orthogonal if u dot v is equal to 0. രണ്ട് എലമെന്റ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവ തമ്മിൽ ഓർത്തോഗണൽ ആണെന്ന് പറയും. ഓർത്തോഗണൽ മീൻസ് എന്താണ്? ആ വെക്ടേഴ്സ് തമ്മിൽ ആ വെക്ടേഴ്സിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെന്നാണ് അർത്ഥം. ശരി, ഡെഫിനിഷൻ ഓഫ് ഓർത്തോഗണൽ വെക്ടേഴ്സ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് വെക്ടേഴ്സിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അവ ഓർത്തോഗണൽ വെക്ടേഴ്സ് എന്ന് പറയും. ഓർത്തോഗണൽ എന്ന് പറയുന്ന വാക്കിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പെർപെൻഡിക്കുലർ. സോ ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന മീനിങ് തന്നെയാണ്. സോ അതാണ് ബേസിക് ഡെഫിനിഷൻ. രണ്ട് വെക്ടേഴ്സ് ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ അവയ്ക്ക് ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെന്നാണ്. എന്നാൽ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് ഉപയോഗിച്ച് പറഞ്ഞാൽ രണ്ട് വെക്ടേഴ്സ് എപ്പോഴാണ് ഓർത്തോഗണൽ ആവുക? അവയുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെങ്കിലാണ് രണ്ട് വെക്ടേഴ്സ് ഓർത്തോഗണൽ ആവുക. ഓക്കെ, കാരണം എന്താ? ഡോട്ട് പ്രോഡക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഡോട്ട് പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഡോട്ട് പ്രോഡക്റ്റ് നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. പക്ഷെ നേരത്തെ സ്പേസിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു. യു ഡോട്ട് ബി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയും ഡിഫൈൻ ചെയ്യാം. യു ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ലെങ്ത് ഓഫ് യു ഇൻറ്റു ലെങ്ത് ഓഫ് വി ഇൻറ്റു കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമ്മൾ 3 സ്പേസിൽ കണ്ടതാണ് എങ്ങനെയാണ് ഡോട്ട് പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യുക. യു ഡോട്ട് ബി ഈസ് ഡിഫൈൻഡ് ആസ് ലെങ്ത് ഓഫ് യു ഇൻറ്റു ലെങ്ത് ഓഫ് വി ഇൻറ്റു കോസ് തീറ്റ. ഓക്കെ, സോ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓക്കെ, സോ നിങ്ങൾ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കണം കേട്ടോ. ഞാൻ ഇവിടെ Rn എന്ന് പറയുന്ന സ്പേസിലേക്ക് വന്നപ്പോൾ അത് ഇങ്ങനെ എഴുതിയിട്ടില്ല, അതായത് കോസ് തീറ്റ ഉപയോഗിച്ചുകൊണ്ട് അത് എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. യു ഡോട്ട് ബി പക്ഷെ R3 ഞാൻ തന്നിട്ടുണ്ട്. രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം, കൂടാതെ എന്താണ് കമ്പണൻസ് വൈസ് ഇങ്ങനെ എഴുതാം.
അതല്ലാണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? യു ഡോട്ട് വി ഇസ് ലെങ്ത് ഓഫ് യു ഇൻറ്റു ലെങ്ത് ഓഫ് വി, നോം ഓഫ് യു ഇൻറ്റു നോം ഓഫ് വി ഇൻറ്റു കോസ് തീറ്റ, വെർ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ബിറ്റ്വീൻ യു ആൻഡ് വി. ഓക്കെ, സോ ആ ഫോമുല ആറിനകത്തും ഹോൾഡ് ചെയ്യും. ഓക്കെ, ഇവിടെ ഇനി വെക്ടർ ഒരു റിമാർക്ക് ആണ് നോക്കുക. ഇൻ വെക്ടർ നൊട്ടേഷൻ ഡോട്ട് പ്രോഡക്റ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ്. സോ വെക്ടർ നൊട്ടേഷനിൽ നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് വേറൊരു രീതിയിൽ കൂടെ എക്സ്പ്രസ് ചെയ്യാം. സോ യു എന്ന് പറയുന്നത്, സോ ഇൻ വെക്ടർ നൊട്ടേഷൻ മീൻസ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന മെട്രിക്സ് നൊട്ടേഷനിൽ ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെ എടുക്കും എന്നാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചിരിക്കുന്നത്. സോ യു എന്ന് പറയുന്ന വെക്ടർ ഞാൻ കോളം മെട്രിക്സ് ആയിട്ട് എഴുതി, u1 u2 എക്സെട്ര un. വി എന്ന് പറയുന്ന കോളം മെട്രിക്സ് ആയിട്ട് എഴുതി, v1 v2 എക്സെട്ര vn. രണ്ട് ആറിലെ എലമെന്റ്സ് ആണ്. സോ യു ഡോട്ട് വി എന്ന് പറയുന്നത് നമുക്ക് യു ട്രാൻസ്പോസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്ത യു ട്രാൻസ്പോസ് വി എന്ന് എഴുതാം. യു ട്രാൻസ്പോസ് വി എന്ന് എഴുതുമ്പോൾ യു എന്ന് പറയുന്ന കോളം മെട്രിക്സ് അല്ലേ, യു ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ കോളത്തിന് പകരം ഒരു റോ ആയിട്ട് എഴുതുക അതിന്. സോ യു ട്രാൻസ്പോസ് എന്ന് പറയുന്ന റോ വെക്ടർ ആവും, u1 u2 എക്സെട്ര un. സോ ഇത് ഒരു റോയും n കോളംസും ഉണ്ട്. സോ 1/n മെട്രിക്സ് ആണ്. ഇൻറ്റു യു ട്രാൻസ്പോസ് വി എന്നാണ് ഈ എഴുതിയിരിക്കുന്നത്. യു ഡോട്ട് വി ഇസ് ഡിഫൈൻഡ് ആസ് യു ട്രാൻസ്പോസ് വി. ഇൻറ്റു എന്താണ്, മെട്രിക്സ് v1 v2 എക്സെട്ര vn. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, 1/n മെട്രിക്സും n/1 മെട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. കാരണം നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസ്, നമ്പർ ഓഫ് കോളംസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സും നമ്പർ ഓഫ് റോസ് ഓഫ് സെക്കൻഡ് മെട്രിക്സും സെയിം ആണ്. സോ ഇതിന്റെ ഓർഡർ എന്ത് കിട്ടും? 1/1 മെട്രിക്സ് ആണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുക. അതായത് സിംഗിൾ എലമെന്റ് മാത്രമേ ഉള്ളൂ, അതിന് ജസ്റ്റ് ആ എലമെന്റ് മാത്രം എഴുതിയാൽ മതി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? u1 v1 പ്ലസ് u2 v2 പ്ലസ് എക്സെട്ര പ്ലസ് un vn. സോ ഇത് തന്നെയല്ലേ നമ്മൾ നേരത്തെ ഡോട്ട് പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്ത് യുവിന്റെയും വിയുടെയും. ഓക്കെ, സോ മെട്രിക്സ് നൊട്ടേഷനിൽ എഴുതിയ യു ഡോട്ട് വി നമ്മൾ യു ട്രാൻസ്പോസ് വി എന്നാണ് എഴുതുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. കമ്പ്യൂട്ട് യു ഡോട്ട് വി ആൻഡ് വി ഡോട്ട് യു വെൻ u is equal to 2 minus 5 1 and v is equal to 3 2 minus 3. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്കിങ്ങനെ ഈ നൊട്ടേഷൻ ഉപയോഗിച്ച് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ എടുത്താലും സെയിം തന്നെയാണ് കിട്ടുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇങ്ങനെ മെട്രിക്സ് ആയിട്ട് എഴുതി ചെയ്യണം എന്നൊന്നും ഇല്ല. ഞാനിപ്പോൾ മെട്രിക്സ് ആയിട്ട് എഴുതി ഒന്ന് ജസ്റ്റ് ചെയ്ത് കാണിക്കുകയാണ്. യു ഡോട്ട് വിയും വി ഡോട്ട് യു ഇവാലുവേറ്റ് ചെയ്യണം. സോ യു ഡോട്ട് വി എന്ന് പറഞ്ഞാൽ യു ട്രാൻസ്പോസ് വി എന്നാണ് ഫോർമുല. സോ യുവിനെ ഫസ്റ്റ് യു ട്രാൻസ്പോസ് എഴുതുന്നു, യു ട്രാൻസ്പോസ് ഇൻറ്റു വി, കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ 2 into 3 പ്ലസ് മൈനസ് 5 into 2 പ്ലസ് മൈനസ് 1 into 3. സോ അത് -1 എന്ന് കിട്ടും. ഇനി വി ഡോട്ട് യു ഇവാലുവേറ്റ് ചെയ്യണം. വി ഡോട്ട് യു നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഫസ്റ്റ് വെക്ടറിന്റെ ട്രാൻസ്പോസ് ഇൻറ്റു സെക്കൻഡ് വെക്ടർ എന്നില്ല. സോ വി ട്രാൻസ്പോസ് യു എന്ന് എഴുതാം. വി ട്രാൻസ്പോസ് വി എന്ന് പറയുന്ന വെക്ടറിന്റെ ട്രാൻസ്പോസ് എങ്ങനെ എഴുതും? റോ വെക്ടർ 3 2 minus 3 ഇൻറ്റു യു എന്ന് പറയുന്ന വെക്ടർ കോളമായിട്ട് തന്നെ കൊടുക്കുന്നു 2 minus 5 1 മൾട്ടിപ്ലൈ 3 into 2 പ്ലസ് 2 into -5 പ്ലസ് മൈനസ് 3 into 1. സോ -1 എന്ന് കിട്ടും. ഇങ്ങനെ ചെയ്യണമെന്നില്ല, നമ്മൾ നേരത്തെ പോലെ തന്നെ നോക്കി മൾട്ടിപ്ലൈ ചെയ്താലും മതി കേട്ടോ. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, യു ഡോട്ട് വിയും വി ഡോട്ട് യു എടുത്തപ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുക? രണ്ടും -1 ആണ് കിട്ടുക. സോ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. നമ്മൾ അഡീഷന്റെ കമ്മ്യൂട്ടേറ്റിവിറ്റി കണ്ടു, യു പ്ലസ് വി ഇസ് ഈക്വൽ ടു വി പ്ലസ് യു എന്ന് എഴുതുന്നു. അതേപോലെ ഡോട്ട് പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. യു ഡോട്ട് വിയും വി ഡോട്ട് യുവും സെയിം ആണ്. ഓക്കെ, ഇനി അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ഡോട്ട് പ്രോഡക്റ്റ്. സോ ലെറ്റ് യു വി ഡബ്ല്യു ബി വെക്ടേഴ്സ് ഇൻ Rn ആൻഡ് ലെറ്റ് സി ബി എ സ്കെയിലർ. സോ Rnലെ രണ്ട് വെക്ടേഴ്സ് എടുത്തിരിക്കുകയാണ്. മൂന്ന് വെക്ടേഴ്സ് എടുത്തിട്ട് ഞാൻ യു വി ഡബ്ല്യു എന്ന് പറയട്ടെ. സി എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി. അങ്ങനെ ആണെങ്കിൽ ഈ 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യും. എന്താണ്? ഡോട്ട് പ്രോഡക്റ്റ് ഈ 4 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യും. യു ഡോട്ട് വി ഇസ് ഈക്വൽ ടു വി ഡോട്ട് യു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇത് കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടി ആണ്. നെക്സ്റ്റ് അടുത്ത പ്രോപ്പർട്ടി യു പ്ലസ് വി ഡോട്ട് ഡബ്ല്യു. യു പ്ലസ് വി എടുത്തിട്ട് ഡോട്ട് ഡബ്ല്യു എടുക്കും. ദാറ്റ് ഈസ് സെയിം ആസ് യു ഡോട്ട് ഡബ്ല്യു പ്ലസ് വി ഡോട്ട് ഡബ്ല്യു. ഓക്കെ, നെക്സ്റ്റ് സി യു ഡോട്ട് വി. സി എന്ന് പറയുന്നത് സ്കെയിലർ ആണ് കേട്ടോ. സി യു ഡോട്ട് വി, സി യു ഡോട്ട് വി സെയിം ആസ് എന്താണ്? സി ഇൻറ്റു യു ഡോട്ട് വി. അതേപോലെ തന്നെ ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയും എഴുതാം? യു ഡോട്ട് സി വി. ഓക്കെ, ഫോർത്ത് കണ്ടീഷൻ യു ഡോട്ട് യു ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. യു ഡോട്ട് യു എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും, നെഗറ്റീവ് വരില്ല. അതായത് രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് അല്ല, ഒരു വെക്ടർ ആ വെക്ടറായിട്ട് തന്നെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ യു ആയിട്ട് തന്നെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കാര്യമാണ് പറയുന്നത്. സോ യു ഡോട്ട് യു എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ആൻഡ് യു ഡോട്ട് യു എപ്പോഴാണ് 0 ആവുന്നതാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. യു ഡോട്ട് യു ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് യു ഈക്വൽ ടു 0. യു ഡോട്ട് യു എപ്പോഴും എന്താണ്? 0യോ പോസിറ്റീവോ ആയിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി യു ഡോട്ട് യു 0 ആവുന്ന കേസ് എന്ന് പറഞ്ഞാൽ ആ കേസിൽ യു 0 ആയിരിക്കും. ഓക്കെ, ഇനി ലെങ്ത് ഓഫ് എ വെക്ടർ ഇൻ ടേംസ് ഓഫ് ഡോട്ട് പ്രോഡക്റ്റ്. നമ്മൾ ലെങ്ത് ഓഫ് എ വെക്ടർ എടുക്കുന്നത് കണ്ടായിരുന്നു. ഓക്കെ, ഇനി ഈ ലെങ്ത് ഓഫ് എ വെക്ടർ ഡോട്ട് പ്രോഡക്റ്റ് ഉപയോഗിച്ച് എങ്ങനെ ഡിഫൈൻ ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. സോ ലെങ്ത് ഓഫ് നോം ഓഫ് ഒരു വെക്ടർ എടുക്കുന്നു. വി ഇസ് ഈക്വൽ ടു വി1 വി2 എക്സെട്ര vn എലമെന്റ് ഓഫ് Rn ഈസ്
നോം വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി ഡോട്ട് വി. വി ഡോട്ട് വി എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണല്ലോ, സോ അതിന്റെ റൂട്ട് ഓഫ് വി ഡോട്ട് വി എന്ന് എനിക്ക് എഴുതാം. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലെങ്ത് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്യുന്നതാണ്. നോം വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി ഡോട്ട് വി. സോ അതിന്റെ പ്രൂഫ് കൊടുത്തിരിക്കുകയാണ്. വി ഡോട്ട് വി എന്ന് പറഞ്ഞാൽ എന്താണ്? വി ട്രാൻസ്പോസ് വി ആണ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതൊരു കോളം മെട്രിക്സ് ആയിട്ടാണ് കേട്ടോ കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ റോ ആയിട്ട് എഴുതിയിരിക്കുന്നേ ഉള്ളൂ. സോ v1 v2 എക്സെട്ര vn ഇൻറ്റു v1 v2 എക്സെട്ര vn. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ പോലെ തന്നെ v ആയിട്ട് തന്നെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് എന്ത് വരും? വിയുടെ ഫസ്റ്റ് കമ്പോണന്റ് തന്നെ v ആയിട്ട് മൾട്ടിപ്ലൈ. സോ v1 ഇൻറ്റു v1 അങ്ങനെയല്ലേ വരിക? v1 ഇൻറ്റു v1 പ്ലസ് v2 ഇൻറ്റു v2 പ്ലസ് എക്സെട്ര പ്ലസ് vn ഇൻറ്റു vn. ദാറ്റ് ഈസ് എന്ത് വരും? v1 സ്ക്വയർ പ്ലസ് v2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് vn സ്ക്വയർ. ഇനി ബട്ട് നോം വി നമ്മൾ ഓക്കെ, ഞാൻ ജസ്റ്റ് വി ഡോട്ട് വി ആദ്യം കണ്ടുപിടിച്ചാണ്. ഇനി നമ്മുടെ ബേസിക് ഡെഫിനിഷൻ നമ്മൾ നേരത്തെ ഇപ്പൊ പറയുന്ന ഡോട്ട് പ്രോഡക്റ്റിന്റെ ഡെഫിനിഷൻ അല്ല, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഡെഫിനിഷൻ എന്താണ്? നോം വി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാമെന്നാണ്? റൂട്ട് ഓഫ് v1 സ്ക്വയർ പ്ലസ് v2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് vn സ്ക്വയർ. ഇതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, വി ഡോട്ട് വി ആണ്. സോ ഈ റൂട്ടിനകത്തുള്ള ക്വാണ്ടിറ്റി വി ഡോട്ട് വി ആണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് റൂട്ട് ഓഫ് വി ഡോട്ട് വി. സോ അങ്ങനെയാണ് ഈ ഡെഫിനിഷൻ ഡോട്ട് പ്രോഡക്റ്റ് ഉപയോഗിച്ച് നമ്മൾ ലെങ്ത് ഡിഫൈൻ ചെയ്യുന്നത്. So length of a vector or norm of a vector is equal to norm of v is equal to root of v dot v. Okay, next remark, length ന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. Norm v square is equal to v dot v. Okay, norm v square is equal to v dot v. അതാണ് നെക്സ്റ്റ് പ്രോപ്പർട്ടി. അതായത് ഇത്രേ ഉള്ളൂ. നോം വി സ്ക്വയർ എങ്ങനെയാണ്? ഇവിടെ നോം വി എന്ന് പറയുന്ന റൂട്ട് ഓഫ് വി ഡോട്ട് വി ആണ് കിട്ടി. രണ്ട് സൈഡിൽ സ്ക്വയർ എടുത്താൽ എന്ത് വരും? നോം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇപ്പുറത്ത് റൂട്ട് എടുക്കുമ്പോൾ സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് പോകും. സോ നോം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? വി ഡോട്ട് വി എന്ന്. അങ്ങനെയാണ് ഈ പ്രോപ്പർട്ടി കിട്ടുന്നത്. നോം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു വി ഡോട്ട് വി ഫോർ ഓൾ വി എലമെന്റ് ഓഫ് ആർ. ഇനി നെക്സ്റ്റ് രണ്ടാമത് പറയുന്ന പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വെച്ച് നമുക്ക് പ്രോബ്ലംസ് ഉണ്ട്. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ വെക്ടർ വി. അതായത് വി എന്ന് പറയുന്ന വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഈസ്. ആ യൂണിറ്റ് വെക്ടറിനെ ഞാൻ യു എന്ന് ഡിനോട്ട് ചെയ്തേ ഉള്ളൂ. സോ യു ഇസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? വി ബൈ നോം വി. സോ യു എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടറിനെ ഞാൻ യു എന്ന ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ വെക്ടർ വി ഈസ്, അതിനെ എങ്ങനെ എഴുതാം? വി ബൈ ലെങ്ത് ഓഫ് വി. ഈ വെക്ടർ വിയെ അതിന്റെ ലെങ്ത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് വിയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കിട്ടുക. ഓക്കെ, സോ ഒരു വെക്ടറിനെ അതിന്റെ ലെങ്ത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ വി ബൈ നോം വി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വെക്ടറിനെ അതിന്റെ ലെങ്ത് വെച്ച് ഡിവൈഡ് ചെയ്യും. ലെങ്ത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി കിട്ടും. ഓക്കെ, അടുത്ത ലെങ്ത് ഓഫ് സി വി. സി വി എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കെയിലാർ മൾട്ടിപ്പിൾ ആണ് ഓഫ് ദ വെക്ടർ വി. സോ ഈ സി വി എന്ന് പറയുന്ന വെക്ടറിന്റെ ലെങ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? മോഡുലസ് ഓഫ് സി ഇൻറ്റു ലെങ്ത് ഓഫ് വി. സോ ഈ ക്വാണ്ടിറ്റി ലെങ്ത് ഓഫ് സി വി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്താലും മതി. ഈ സി എന്ന് പറയുന്ന സ്കെയിലാർ പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകും. സോ അതിന്റെ മോഡുലസ് എടുക്കാം, മോഡ് സി ഇൻറ്റു ലെങ്ത് ഓഫ് വി ചെയ്താൽ മതി. അതും ലെങ്ത് ഓഫ് സി വിയും സെയിം ആണ്. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞു ഈ സെക്കൻഡ് പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള പ്രോബ്ലം യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി എന്ന് പറഞ്ഞാൽ വി ബൈ ലെങ്ത് ഓഫ് വി ആണ്. സോ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ചോദിക്കും. സോ അതാണ് ലെറ്റ് ബി ഈസ് ഈക്വൽ ടു 1 - 2 2 0. R4 ഒരു വെക്ടർ എടുക്കുന്നു. ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ യു ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് വി. അതായത് ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ യു, ഒരു യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. അതിനെ യു എന്ന് ഡിനോട്ട് ചെയ്യുക. ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് വി. വിയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, സോ യു എന്ന് പറഞ്ഞാൽ എന്താണ്? വിയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ എന്താണ്? വി ബൈ ലെങ്ത് ഓഫ് വി. സോ ഞാൻ ആദ്യം വി എന്ന് പറയുന്ന വെക്ടർ ഉണ്ട്, ലെങ്ത് ഓഫ് വി കണ്ടുപിടിക്കുകയാണ്. സോ റൂട്ട് ഓഫ്, ഞാൻ ഇവിടെ ബേസിക് ഡെഫിനിഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. ലെങ്ത് കണ്ടുപിടിച്ച് എന്ത് വരും? കമ്പണൻസിന്റെ സ്ക്വയർ എടുത്താൽ മതി, റൂട്ട് ഓഫ്. സോ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് -2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെങ്ത് ഓഫ് വി എന്തും ചെയ്യാം, റൂട്ട് ഓഫ് വി ഡോട്ട് വി. വി ഡോട്ട് വി കണ്ടുപിടിച്ചിട്ട് അതിന്റെ റൂട്ട് എടുത്താലും മതി. ഓക്കെ, സോ ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ √9 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. സോ യു ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. യു എന്താണ്? വി ബൈ ലെങ്ത് ഓഫ് വി. സോ ലെങ്ത് ഓഫ് വി എന്ത് കിട്ടി? 3 ആണ്. സോ 1/3 ഇൻറ്റു വി എന്ന് പറയുന്ന വെക്ടർ എന്താണ്? 1 - 2 2 0. സോ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ പോലെയാണ് വരുന്നത്. വി ബൈ ലെങ്ത് ഓഫ് വി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഈ ലെങ്ത് ഓഫ് വി ഒരു സ്കെയിലാർ ആണ്. സോ 1 ബൈ ലെങ്ത്, 1 ബൈ ദാറ്റ് സ്കെയിലാർ ഇൻറ്റു ഈ വി എ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ്. അതാണ് 1/3 ഇൻറ്റു ദിസ് വെക്ടർ. ആക്ച്വലി ഇവിടെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരിക. ഓക്കെ, അല്ലാണ്ട് ഡിവിഷൻ അല്ല കേട്ടോ. സോ നമ്മൾ വി ബൈ ലെങ്ത് ഓഫ് വി എന്ന് പറയുമെങ്കിലും 1 ബൈ ലെങ്ത് ഓഫ് വി ഇൻറ്റു വെക്ടർ വി. 1 ബൈ ലെങ്ത് ഓഫ് വി ആണ് അവിടുത്തെ സ്കെയിലാർ. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടെ വരുന്നത്. സോ 1/3 ഇൻറ്റു ദിസ് വെക്ടർ. സോ ഈ 1/3 വെച്ച് അകത്തേക്ക് മൾട്ടിപ്ലൈ എന്ത് കിട്ടും? 1/3 - 2/3 2/3 0. ഓക്കെ, ഇതാണ് വി എന്ന് പറയുന്ന വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ. അതായത് എന്തായിരിക്കണം? ഈ യു എന്ന് പറയുന്ന വെക്ടറിന്റെ ലെങ്ത് എന്തായിരിക്കണം? 1 ആയിരിക്കണം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്.
സോ നമുക്ക് ഇവിടം വരെ പ്രോബ്ലത്തിൽ ചെയ്താൽ മതി. ഈ യൂണിറ്റ് വെക്ടർ യു കണ്ടുപിടിക്കാനായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇത് യൂണിറ്റ് വെക്ടർ ആണോ, അതായത് ഇതിന്റെ ലെങ്ത് 1 ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. സോ ലെറ്റ് us check whether length of u is equal to 1. ലെങ്ത് ഓഫ് യു കണ്ടുപിടിക്കുന്നു. അതെന്ത് വരും? യു ഇതാണ്. സോ റൂട്ട് ഓഫ് 1/3 സ്ക്വയർ പ്ലസ് മൈനസ് 2/3 സ്ക്വയർ പ്ലസ് 2/3 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1/9 പ്ലസ് 4/9 പ്ലസ് 4/9. അത് സിംപ്ലിഫൈ ചെയ്തിരിക്കുകയാണ്, കോമൺ ഡിനോമിനേറ്റർ ആണ്. സോ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യുന്നു. സോ റൂട്ട് ഓഫ് 9/1, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 എന്ന് കിട്ടും. യു എന്ന് പറയുന്ന വെക്ടറിന്റെ ലെങ്ത് 1 അല്ലേ. സോ ഇങ്ങനെയാണ് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ഗിവൺ വെക്ടർ കണ്ടുപിടിക്കുക. ഇതിന്റെ ലെങ്ത് ഒന്നും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കോഷി-ഷ്വാർട്സ് ഇനീക്വാളിറ്റി ഇടാം. ഓക്കെ, സോ അതിനകത്ത് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ യു ഡോട്ട് വി ഇവിടെ കണ്ടോ. യു ഡോട്ട് വി ഞാൻ അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ്? ലെങ്ത് ഓഫ് യു ഇൻറ്റു ലെങ്ത് ഓഫ് വി ഇൻറ്റു കോസ് തീറ്റ. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. നമ്മൾ R3 ഡിഫൈൻ ചെയ്ത പോലെ തന്നെ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ യു ആൻഡ് വി. ഇങ്ങനെ നമുക്ക് ആറിലും ഡിഫൈൻ ചെയ്യാം യു ഡോട്ട് വി. ഓക്കെ, സോ ഇത് നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം, കോഷി-ഷ്വാർട്സ് ഇനീക്വാളിറ്റി.